ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം, നിങ്ങളതൊന്ന് എഴുതിയെടുത്തോളൂ. ഫൈൻഡ് ഔട്ട് ദ റോങ് നമ്പർ ഇൻ ദ ഫോളോയിങ് സീരീസ്. അതായത് നമുക്ക് സീരീസ് തന്നിട്ടുണ്ട്, ആ നമ്പറിൽ ഏതാണ് റോങ് നമ്പർ, അതായത് ഈ സീരീസുമായിട്ട് ഒരു ബന്ധമില്ലാത്ത നമ്പർ ഏതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അതാണ് ആൻസർ. അപ്പൊ അത് ഞാൻ സീരീസ് എന്ന് എഴുതാം. 2, 6, 12, 20, 32, 42, 56. അപ്പൊ നിങ്ങൾ ആദ്യം നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സീരീസിൽ എല്ലാ നമ്പറുകളും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവും, അതുകൊണ്ടാണ് ഇത് സീരീസ് ആവുന്നത്. അപ്പൊ ആ ബന്ധം ഒരു നമ്പറും വേറൊരു നമ്പറും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഏത് നമ്പറാണോ ആ ബന്ധത്തിനനുസരിച്ച് വർക്ക് ചെയ്യാത്തത്, ആ നമ്പറാണ് ഈ സീരീസിലെ ഓഡ് വൺ അല്ലെങ്കിൽ റോങ് നമ്പർ. അപ്പൊ ഇവിടെ നമുക്ക് 6ഉം 2ഉം അതിന്റെ വ്യത്യാസം നമുക്കറിയാം 4ആണ്. 12ഉം 6ഉം അതിന്റെ വ്യത്യാസം 6ആണ്. 20ന്റെയും 12ന്റെയും വ്യത്യാസം 8ആണ്. ഇനി അങ്ങനെ നോക്കുകയാണെങ്കിൽ അടുത്ത് വരുന്നത് 10ആണ്. പക്ഷെ ഇവിടെ ഇത് റോങ് ആണ്. ഓക്കെ, ഇവിടെ ശരിക്കും വരുന്നത് 30ആണ്. കാരണം 20 + 10 30ആണ്. 30ന്റെ കൂടെ വീണ്ടും 12 ആഡ് ചെയ്താൽ 42 വരും. അതിന്റെ കൂടെ 14 ആഡ് ചെയ്താൽ 56 വരും. അപ്പൊ ഇതിൽ റോങ് നമ്പർ 32ആണ് റോങ് നമ്പർ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 6 - 2 എന്ന് പറഞ്ഞാൽ 4ആണ്. അതുപോലെ തന്നെ 12 - 6 എന്ന് പറഞ്ഞെങ്കിൽ 6ആണ്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് എപ്പോഴും +2 ഇൻറ്റു +2 വെച്ച് കൂടിക്കൊണ്ടിരിക്കും. അതായത് 4 + 2 ആണ് 6, 6 + 2 ആണ് 8, 8 + 2 ആണ് 10, 10 + 2 ആണ് 12, 12 + 2 ആണ് 14. അപ്പൊ ഈ നമ്പറുകൾ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ആയിട്ടുള്ള നമ്പറുകൾ എപ്പോഴും 2 വെച്ച് കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ 20ന് ശേഷം കൂടുന്നത് 10ആണ്, 20 + 10. പക്ഷെ ഇവിടെ 32 ആണ് വയ്ക്കുന്നത്. അതുകൊണ്ടാണ് റോങ് നമ്പർ എന്ന് പറഞ്ഞാൽ 32 ആണ്. അത് ഓപ്ഷൻ ഡി 32 ആണ് റോങ് നമ്പർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഇഫ് 40% ഓഫ് ഹരി's സാലറി is same as 2/3 ഓഫ് രവി's സാലറി, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഹരി's സാലറി ടു രവി's സാലറി. അതായത് ഹരിയുടെ സാലറിയുടെ 40%, രവിയുടെ സാലറിയുടെ 2/3 സെയിം ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ഹരിന്റെയും രവിന്റെയും സാലറിയുടെ റേഷ്യോ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനു വേണ്ടി ആദ്യം രണ്ടുപേരുടെ, അതായത് ഹരിയുടെയും രവിയുടെയും സാലറീസ് വൈയും എക്സും ആയിട്ട് കണക്കാക്കാം. ഹരി സാലറി Y ആണ്, രവിയുടെ സാലറി X ആണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ പറയുന്ന അനുസരിച്ച് 40% ഹരിയുടെ സാലറി രവിയുടെ സാലറിന്റെ 2/3 ഈക്വൽ ആണ്. ഹരിയുടെ സാലറി Y ആണെങ്കിൽ അതിന്റെ 40% ആയാലും 40/100 0.4 0.4y is equal to 0.4y is equal to 2/3 രവിയുടെ സാലറി X. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ വൈയുടെ വാല്യൂ എടുത്തെഴുതുക. അതായത് ഈ 0.4 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2/3 ഇൻറ്റു 0.4. അത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് അറിയാലോ, ഈ സൈഡിൽ നിന്ന് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ 0.4 ഇൻറ്റു, അതായത് 0.4 മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് എടുക്കുവാണെങ്കിൽ ഡിവൈഡ് ചെയ്യും. അതായത് 2/3 ഇൻറ്റു 0.4 ഇൻറ്റു എക്സ് എന്ന് വരും. അങ്ങനെയെങ്കിൽ നമുക്ക് (5/3x) എന്ന് എഴുതാം. y is equal to 5/3x എന്ന് മാറ്റി എഴുതാം. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് റേഷ്യോ ഓഫ് ഹരി സാലറി ടു രവീസ് സാലറി ആണ്. ഹരി സാലറി നമുക്കറിയാം X ആണ്. റേഷ്യോ ഓഫ് ഹരീസ് ടു
രവി സാലറി എന്ന് വൈ ആണ്. അപ്പൊ എക്സ് ബൈ വൈയുടെ വാല്യൂ നമുക്കറിയാം ഇതാണ്, അതായത് 5/3x. അങ്ങനെയെങ്കിൽ അതിന്റെ റേഷ്യോ വരുന്നത് 1/5/3 എന്നാണ്. 1/5/3 എന്ന് പറഞ്ഞാല് ഈ 3 മേലേക്ക് പോവും, അതായത് 3/5 എന്നാവും. ത്രീ ബൈ ഫൈവ് എന്ന് നിങ്ങൾക്കറിയാം 3:5 തന്നെയാണ്. അങ്ങനെയെങ്കിൽ കറക്റ്റ് ഓപ്ഷൻ എ 3:5 ആണ്. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഫൈൻഡ് ദി ആവറേജ് ഓഫ് ദി ഫസ്റ്റ് 6 പ്രൈം നമ്പേഴ്സ്. അതായത് ആദ്യത്തെ 6 പ്രൈം നമ്പറുകളുടെ ആവറേജ് കണ്ടുപിടിക്കുക. അപ്പൊ ആദ്യത്തെ 6 പ്രൈം നമ്പറുകൾ ഏതാണെന്ന് നമുക്ക് അറിയണം, എങ്കിലേ നമുക്ക് അതിന്റെ ആവറേജ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ വേറെ 2 നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടാത്ത നമ്പറാണ്. ഫോർ എക്സാമ്പിൾ 4 എന്ന് പറഞ്ഞാൽ 2:2 ആണ്. അപ്പൊ അത് പ്രൈം നമ്പർ അല്ല, കാരണം വേറെ 2 നമ്പർ കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരം കിട്ടും. അപ്പൊ അങ്ങനെ കിട്ടാത്ത നമ്പറുകളാണ് പ്രൈം നമ്പർ. അപ്പൊ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ 2, 3, 5, 7, 11, 13. ഇതാണ് ആദ്യത്തെ 6 പ്രൈം നമ്പറുകൾ. അപ്പൊ ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റിൽ ആവറേജിന്റെ ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് എത്ര നമ്പറാണോ ഉള്ളത് അത്രയും നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആവറേജ് ആവും. അതുകൊണ്ട് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് വെച്ചാൽ തന്നിരിക്കുന്ന നമ്പർ എല്ലാം ആഡ് ചെയ്യാം. 2 + 3 + 5 + 7 + 11 + 13 ഉള്ളത് 1, 2, 3, 4, 5, 6 നമ്പറാണ് ഉള്ളത്. അപ്പൊ ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതിന്റെ സം എന്ന് പറഞ്ഞാല് കൂട്ടിയെഴുതുമ്പോൾ നമുക്ക് 41 കിട്ടും. 41/6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷനിൽ 41/6 ഡയറക്റ്റ് അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സി 41/6 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. ഗേൾ ഇസ് പിക്കിംഗ് പേൾസ് ഫ്രോം എ ബോക്സ്. അതായത് ഒരു പെൺകുട്ടി ഒരു ബോക്സിൽ നിന്ന് പേളുകൾ, അതായത് കല്ലുകൾ ശേഖരിക്കും. ഫസ്റ്റ് ടൈം ഷീ പിക്സ് 1 പേൾ, സെക്കൻഡ് ടൈം ഷീ പിക്സ് 2 പേൾസ്, തേർഡ് ടൈം ഷീ പിക്സ് 3 പേൾസ്. അതായത് ആദ്യത്തെ പ്രാവശ്യം എടുക്കുമ്പോൾ ഒരു പേൾ എടുക്കും, അതായത് ഒരു കല്ല്. രണ്ടാമത്തെ പ്രാവശ്യം 2 കല്ല്, മൂന്നാമത്തെ പ്രാവശ്യം 3 കല്ല്, അങ്ങനെ അങ്ങനെ പോകുന്നു. അങ്ങനെ എത്ര പ്രാവശ്യം എടുക്കുന്നു? എന്നിട്ട് ആ പെൺകുട്ടി ഫൈനലി ഷീ സ്റ്റോപ്സ് പിക്കിംഗ് ആൻഡ് കൗണ്ട്സ് ടോട്ടൽ നമ്പർ ഓഫ് പേൾസ് ഷീ ഹാസ് പിക്ഡ്. അതായത് എടുത്തിരിക്കുന്ന പേൾസ് എല്ലാം എടുക്കുന്നത് നിർത്തിയിട്ട് ഇതുവരെ എടുത്തിരിക്കുന്ന പേൾസ് എല്ലാം എണ്ണി നോക്കുന്നു. അങ്ങനെ എണ്ണി നോക്കുമ്പോൾ അതായത് 1 + 2 + 3 + എത്ര ഉണ്ടോ അത്രയും എണ്ണി നോക്കുമ്പോൾ പെൺകുട്ടിക്ക് എണ്ണാൻ പറ്റുന്നത് 210 പേൾസ് ആണ്. ഹൗ മെനി ടൈംസ് ഡസ് ഷീ പിക്ക് ദ പേൾസ്? അതായത് എത്ര പ്രാവശ്യമാണ് ഈ പെൺകുട്ടി കല്ലുകൾ എടുക്കുന്നത്? അതായത് n എന്ന വാല്യൂ ആണ് ചോദിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കാം. എല്ലാ നമ്പേഴ്സിനെയും ഇടയിൽ ഡിഫറൻസ് പറഞ്ഞാല് 2 - 1 1ആണ്, 3 - 1 3 - 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോ തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അതുകൊണ്ട് ഇതൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ്. അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു സീരീസിലുള്ള നമ്പേഴ്സുകളുടെ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും സെയിം ആയിരിക്കും. അതായത് ഇവിടത്തെ കേസിൽ നമ്പറിന്റെ വ്യത്യാസം 2 നമ്പറുള്ള വ്യത്യാസം എപ്പോഴും 1 തന്നെയായിരിക്കും. 1ന്റെയും 2ന്റെയും വ്യത്യാസം 1 ആണ്, 3ന്റെയും 2ന്റെയും വ്യത്യാസം 1 ആണ്. അതുപോലെ നമ്പറുകളുടെ വ്യത്യാസം എപ്പോഴും സെയിം ആയിരിക്കും. നമുക്ക് അരിത്മെറ്റിക് പ്രോഗ്രഷന് സമ്മിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് സം ഈസ് ഈക്വൽ ടു n/2 into 2a plus n minus 1 into d. അതായത് ഇത് സമ്മാണ്. n എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം എണ്ണുന്നു, അതായത് പെൺകുട്ടി എത്ര പ്രാവശ്യം കല്ല് പെറുക്കുന്നു, അതാണ് ഇവിടെ n. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
2a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പർ ആണ്, അതായത് ആദ്യം കല്ല് പെറുക്കുമ്പോൾ എത്ര കല്ല് കിട്ടുന്നു അതാണ് എ. ഡി എന്ന് പറഞ്ഞാല് രണ്ട് നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം, അതായത് ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ 1 ആണ്. അപ്പൊ നമ്മൾ ചുമ്മാ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന നമ്പറുകൾ എടുത്തെഴുതാം. അതായത് സം എന്ന് പറഞ്ഞാല് 210 ആണ്. എന്നിന്റെ വാല്യൂ നമുക്കറിയില്ല. 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ എ എന്ന് പറഞ്ഞാൽ 1 ആണ്, പ്ലസ് n-1. നമുക്കറിയാം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ഇവിടെ 210 ഇൻറ്റു 2 ആവും. ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു n2 പ്ലസ് n-1. 420 ഈസ് ഈക്വൽ ടു n 2 - 1 ആണ്. 2 - 1 1 ആണ്. 1 പ്ലസ് n. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമുള്ള പരിപാടി വെച്ചാൽ ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം. അതായത് ഫസ്റ്റ് ഓപ്ഷൻ 18 ആണ്. അങ്ങനെയാണ് n-ന് 18 കൊടുക്കുക. n-ന് 18 കൊടുക്കാൻ നമുക്ക് കിട്ടും 18 ഇൻറ്റു 1 പ്ലസ് 18, 18 ഇൻറ്റു 19. അത് 420 അല്ല, അതുകൊണ്ട് അത് റോങ് ഓപ്ഷൻ ആണ്. ബി എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കാം. അത് 19 ആണ്. 19 എന്ന് പറഞ്ഞാല് 19 ഇൻറ്റു 20 ആണ്. അത് 380 ആണ്. അത് 420 അല്ല, അത് റോങ് ഓപ്ഷൻ ആണ്. ഇനി സി എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കാം. 20 ആണ്. 20 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 ഇൻറ്റു 21 ആണ്. അത് 420 ആണ്. അപ്പൊ അത് കറക്റ്റ് ഓപ്ഷൻ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. The scale of a map is given as 1:30 lakhs. അതായത് 6 പൂജ്യങ്ങളുണ്ട്. 2, 3, 4, 5, 6. 2 cities are 4 centimeters apart. Find out the actual distance between the two cities. അതായത് മാപ്പിൽ തന്നിരിക്കുന്ന റേഷ്യോ സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1:30 ലക്ഷമാണ്. അങ്ങനെയെങ്കിൽ രണ്ട് സിറ്റീസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 4 സെന്റിമീറ്റർ ആണ് മാപ്പിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ശരിക്കും ആ രണ്ട് സിറ്റീസ് തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ 1 സെന്റിമീറ്റർ എന്ന് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ അനുസരിച്ച് 3 ഇൻറ്റു 6 പൂജ്യങ്ങളാണ്, അതായത് 30 ലക്ഷമാണ്. 30 ലക്ഷം സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 30 ലക്ഷം സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് 30 കിലോമീറ്റർ ആണ്. അപ്പൊ രണ്ട് സിറ്റീസ് തമ്മിലുള്ള ദൂരം, രണ്ട് സിറ്റീസ് ആണെന്നിരിക്കട്ടെ, അതിൽ അത് തമ്മിലുള്ള ദൂരം 4 സെന്റിമീറ്റർ ആണെങ്കിൽ 4 ഇൻറ്റു 30 കിലോമീറ്റർ ചെയ്താൽ അത് തമ്മിലുള്ള ശരിക്കുള്ള ദൂരം നമുക്ക് കിട്ടും 120 കിലോമീറ്റർ ആണ് ശരിക്കുള്ള ദൂരം. അപ്പൊ നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻസിൽ കറക്റ്റ് ആൻസർ 78C ആണ്. നമുക്കറിയാം കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി ആണ്, 120 കിലോമീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. In an election between two candidates, one secured 43% of total votes polled and lost the election by 5,600 votes. The total number of votes polled. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് രണ്ട് കാൻഡിഡേറ്റ്സ് തമ്മിലുള്ള ഇലക്ഷന്റെ വോട്ടിന്റെ കണക്കാണ്. അതായത് ഒരു കാൻഡിഡേറ്റിന് 43% ടോട്ടൽ വോട്ട്സ് കിട്ടി. ആ കാൻഡിഡേറ്റ് 5600 വോട്ടിനാണ് ഇലക്ഷൻ തോറ്റത്. അപ്പോൾ ടോട്ടൽ വോട്ട്സ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ടോട്ടൽ വോട്ട്സ് എന്നുള്ളത് എക്സ് ആയിട്ട് എഴുതാം. അങ്ങനെയെങ്കിൽ തോറ്റ കാൻഡിഡേറ്റ്, അതായത് ഫസ്റ്റ് കാൻഡിഡേറ്റ്, അയാൾക്ക് കിട്ടിയത് 43% എക്സ് ആണ്. എന്ന് വെച്ചാൽ 0.43x. അങ്ങനെയാണെങ്കിൽ ജയിച്ച കാൻഡിഡേറ്റ് നമുക്കറിയാം 100 - 43, അതായത് 57x ആണ്. 57 ഇൻറ്റു ടോട്ടൽ വോട്ട്സ്, അതായത് 57 ഇൻറ്റു എക്സ് വോട്ടാണ് കിട്ടിയത്. അതായത് 57%
57% ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 0.57 എക്സ് ആണ്. ഇനി തോറ്റ കാൻഡിഡേറ്റ് 5600 വോട്ടിനാണ് തോറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സെക്കൻഡ് കാൻഡിഡേറ്റിന് ഫസ്റ്റ് കാൻഡിഡേറ്റിനെക്കാളും 5600 വോട്ട് അധികമുണ്ട്. അതുകൊണ്ടാണ് സെക്കൻഡ് കാൻഡിഡേറ്റ് ജയിച്ചത്. അത് നമ്മൾ ഇക്വേഷൻ രൂപത്തിൽ എഴുതുവാണെങ്കിൽ 0.57 എക്സ്, അതായത് സെക്കൻഡ് കാൻഡിഡേറ്റ് മൈനസ് 0.43 എക്സ് ഇസ് ഈക്വൽ ടു നമുക്കറിയാം 5600 വോട്ടാണ്. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചാൽ മതി. 57 മൈനസ് 43 14 അപ്പൊ 2 പ്ലസ് ഡെസിമൽ ഉണ്ട്. അപ്പൊ 0.14 ആണ്. 0.14 എക്സ് ഇസ് ഈക്വൽ ടു 5600. എക്സ് ഇസ് ഈക്വൽ ടു 5600 ബൈ 14. അപ്പൊ 14 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.14 ആണ്. അപ്പൊ 0.14 എന്ന് പറഞ്ഞെങ്കിൽ 56 4 പ്രാവശ്യം പോകും. ഇവിടെ 2 പൂജ്യം ഉണ്ട്. പിന്നെ ഇവിടുത്തെ 2 പ്ലേസ് ഡെസിമൽ ആയതുകൊണ്ട് അത് 2 പൂജ്യമാണ്. 2 ടോട്ടല് 40,000 വോട്ടിനാണ്. 40,000 ടോട്ടൽ വോട്ട്സ്. അതായത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 40,000 വോട്ട്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. കാർ കവേഴ്സ് 40 കിലോമീറ്റർ ഇൻ 40 മിനിറ്റ്സ്. ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ കാർ ഇൻ കിലോമീറ്റർ പെർ അവർ. അതായത് ഒരു കാർ 40 കിലോമീറ്റർ കവർ ചെയ്യുന്നു. ഇൻ 40 മിനിറ്റ്സിലാണ് കവർ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ സ്പീഡാണ് ചോദിക്കുന്നത്. സ്പീഡ് ചോദിക്കുന്ന യൂണിറ്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കിലോമീറ്റർ പെർ അവർ യൂണിറ്റിലാണ് ചോദിക്കുന്നത്. ഇവിടെ കിലോമീറ്റർ ഓക്കെയാണ്, പക്ഷെ ഇവിടെ മിനിറ്റ് ആണ്. ഇത് നമ്മൾ അവറിലേക്ക് മാറ്റണം. അതായത് 40/60 ചെയ്യുവാണെങ്കിൽ നമുക്ക് അവറിലേക്ക് മാറ്റാം. 0 വിട്ട 2/3 2/3 അവറാണ്. അപ്പൊ നിങ്ങൾക്ക് മിനിറ്റിൽ നിന്ന് അവറിലേക്ക് മാറ്റണമെങ്കിൽ ആ മിനിറ്റിൽ തന്നിരിക്കുന്ന ടൈം 60 ചെയ്താൽ അവറിലേക്ക് മാറ്റാം. ഇതൊരു ട്രിക്കാണ്. അപ്പൊ നിങ്ങളൊന്ന് എഴുതി വെച്ചോളൂ. ഓക്കെ, അപ്പൊ സ്പീഡ് കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് അറിയാം ഡിസ്റ്റൻസ് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഡിസ്റ്റൻസ് 40 കിലോമീറ്റർ ആണ് ഇവിടെ. പിന്നെ ടൈം 2/3 ആണ്, 2/3 അവർ. അപ്പൊ ഈ 3 മേലേക്ക് പോകും. 40 × 3/2 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് 20 ആവും. 60 കിലോമീറ്റർ പെർ അവർ. കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്, 60 കിലോമീറ്റർ പെർ അവർ. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ആകെ നമുക്ക് അറിയേണ്ടത് മിനിറ്റിനെ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ളതാണ്. അതായത് മിനിറ്റ് ബൈ 60 ആണ് അവർ. അത് മനസ്സിലാക്കിയാൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇപ്പൊ ഇവിടെ ഈ ഡിസ്റ്റൻസ് ബൈ ടൈം ഉപയോഗിച്ചാൽ നമുക്ക് 40/2/3 ചെയ്താൽ 40 × 3 മേലേക്ക് പോകും. മേലേക്ക് പോകുമ്പോൾ നമുക്കറിയാം 40 × 3/2 ഇപ്പൊ 60 കിലോമീറ്റർ പെർ അവർ കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്.